ഒരു ലൈറ്റ് വെയ്റ്റ് ഫോൺ, എന്നാൽ അതിനകത്താണെങ്കിലോ 7000 mAh ബാറ്ററി. അതുമാത്രമല്ല ഈ ഒരു ഫോൺ നിങ്ങളുടെ ഫോട്ടോസിനെ AI യൂസ് ചെയ്ത് എഡിറ്റും ചെയ്യും. എ ഫോൺ ഫുൾ ഓഫ് സർപ്രൈസസ്, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഈ വീഡിയോ അവസാനം വരെ കാണാം. ഇതാണോ നിങ്ങളുടെ നെക്സ്റ്റ് ഫോൺ എന്ന് ഡിസൈഡ് ചെയ്യൂ. സോ ഞാൻ അക്കു, വെൽക്കം ടു അക്കൂസ് വ്യൂ. ഡിസൈൻ ആൻഡ് ബിൽഡിലേക്ക് വരികയാണെങ്കിൽ Realme 15 Pro 3 കളേഴ്സിലാണ് വരുന്നത്. സിൽവർ, പർപ്പിൾ ആൻഡ് ഗ്രേ വിത്ത് വീഗൻ ലെതർ ബാക്ക്. സ്ക്വയർ ഷേപ്ഡ് ക്യാമറ ഐലൻഡ് ആണ് ഈ ഒരു മൊബൈൽ വരുന്നത്. സോ പഴയ Realme മൊബൈൽസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒരു മെച്യൂർഡ് ആൻഡ് GT സീരീസ് ടച്ച് ഉള്ള ഒരു ഡിസൈൻ ആണ് ഇത്. ഇതിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ 7000 mAh ബാറ്ററി വരുന്ന ഈ ഒരു മൊബൈലിന്റെ വെയിറ്റ് വരുന്നത് 192 ഗ്രാംസ് മാത്രമാണ്. ദെൻ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 7 ഐ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഡ്രോപ്സ് ആൻഡ് സ്ക്രാച്ചസ് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടാവില്ല. IP66, 68 ആൻഡ് 69 റേറ്റിംഗ് ഉള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എബോവ് 30 മിനിറ്റ്സ് അണ്ടർ വാട്ടർ സർവൈവ് ചെയ്യും. Then coming to display, 6.8 inch 1.5K AMOLED display with 144Hz refresh rate, 6500 nits peak brightness വരുന്നുണ്ട്. അതുമാത്രമല്ല HDR10+ സപ്പോർട്ട് ഉണ്ടാവും പ്രൈം, നെറ്റ്ഫ്ലിക്സ് ആൻഡ് യൂട്യൂബിൽ. സോ ഔട്ട്ഡോർ വിസിബിലിറ്റി ആണെങ്കിലും സ്ട്രീമിങ്ങിന്റെ കാര്യത്തിലും ഒരു ഇഷ്യൂസും ഉണ്ടാവാൻ പോകുന്നില്ല. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. സോ ഗെയിമിംഗ് ആണെങ്കിലും മൂവി സ്ട്രീമിംഗ് ആണെങ്കിലും റീൽ സ്ക്രോളിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ കിട്ടുന്നുണ്ടാവും. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നത്. Snapdragon 7 Gen 4 ചിപ്സെറ്റോട് കൂടി വരുന്ന ഫസ്റ്റ് ഫോണാണ് ഇത്. ആൻഡ് ദെൻ അപ് ടു 12GB LPDDR4X RAM ആൻഡ് അപ് ടു 512GB UFS 3.1 സ്റ്റോറേജ് ഓപ്ഷനോട് കൂടിയാണ് ഈ ഒരു മൊബൈൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ആപ്സ് എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് ഓപ്പൺ ആവും. മൾട്ടി ടാസ്കിംഗ് ആണെങ്കിലും കാഷ്വൽ യൂസേജിനും ഈ ഒരു ഫോൺ പെർഫെക്റ്റ് ആയിരിക്കും. ദെൻ ഗെയിമിംഗിലേക്ക് വരികയാണെങ്കിൽ 90 FPS BGMAയും 120 FPS ഫ്രീ ഫയറും 45 to 50 FPS ജെൻഷിൻ ഇമ്പാക്റ്റും കളിക്കാൻ സാധിക്കും. മാസീവ് 7000 mm സ്ക്വയർ വേപ്പർ ചാമ്പർ കാര്യങ്ങളെല്ലാം വളരെ കൂളായിട്ട് തന്നെ ഡീൽ ചെയ്യുന്നുണ്ട്. ഈവൻ 30 മിനിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം കളിച്ചിട്ടും വലിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബൈപാസ് ചാർജിങ് വരുന്നുണ്ടാകും. സോ ഗെയിം കളിക്കുമ്പോൾ തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കും. ബാറ്ററി ആൻഡ് ചാർജിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു മൊബൈൽ വരുന്നത് 7000 mAh ബാറ്ററിയോട് കൂടിയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലാസ്റ്റ് ചെയ്യുന്നുണ്ടാവും. മോഡറേറ്റ് യൂസേജിൽ നിങ്ങൾക്ക് ഒരു 2 days എല്ലാം ഡെഫിനറ്റ്ലി ലാസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ദെൻ 80 വാട്ട്സ് ചാർജിങ് 1 hourൽ തന്നെ നിങ്ങളുടെ ഫോൺ ഫുൾ ചാർജ് ആവുന്നുണ്ടാവും. അതേപോലെ വിത്ത് ചാർജറാണ് ഈ ഒരു മൊബൈൽ വരുന്നത്. ദെൻ കമ്മിങ് ടു ക്യാമറ, 50MP Sony IMX896 മെയിൻ സെൻസർ ആൻഡ് 50MP അൾട്രാ വൈഡ്. ദെൻ സെൽഫി ക്യാമറയും 50MP ആണ് വരുന്നത്. ഈ 3 ക്യാമറയിലും നിങ്ങൾക്ക് 4K 60 FPS വീഡിയോ റെക്കോർഡ് ചെയ്യാം. സ്കിൻ ടോൺസ് വളരെ നാച്ചുറൽ ആണ്, ഡൈനാമിക് റേഞ്ച് സോളിഡ് ആണ്, അതുപോലെ തന്നെ ഡീറ്റെയിൽസും ഷാർപ്പാണ്. ദെൻ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫേഴ്സിനും അടിപൊളി ഫോട്ടോസ് കിട്ടുന്നുണ്ടാവും താങ്ക്സ് ഫോർ ദ IP69 റേറ്റിംഗ്. അതുപോലെ തന്നെ Genie ഉണ്ട്, അത് യൂസ് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോസിന്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ലൈറ്റ്സ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഒരുപാട് ക്യാമറ ഫീച്ചേഴ്സും ഉണ്ട്. ദെൻ സോഫ്റ്റ്വെയർ ആൻഡ് UI വരികയാണെങ്കിൽ Realme UI 6 ബേസ്ഡ് ഓൺ Android 15 ആണ് വരുന്നത്. UI വളരെ സ്മൂത്ത് ആണ്, ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ടാവും. എന്നാൽ നിങ്ങൾക്ക് ബ്ലോട്ട്വെയർസ് ഒരുപാട് കാണാൻ സാധിക്കും, അതിനെ അൺഇൻസ്റ്റാളും ചെയ്യാം. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ക്യാമറയ്ക്ക് ചുറ്റുമുള്ള നോട്ടിഫിക്കേഷൻ പൾസ് ലൈറ്റ് ആണ്. കാണാൻ തന്നെ ഒരു കൂൾ ലുക്ക് തരുന്നുണ്ട്. ദെൻ Realme 2 years of major update and 3 years of security update പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു ഡൗൺ ആയിട്ട് ഫീൽ ചെയ്ത്. അറ്റ്ലീസ്റ്റ് 3+4 years ഓഫ് അപ്ഡേറ്റ് എങ്കിലും തരാമായിരുന്നു. ഇതിന്റെ പ്ലസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ 7000 mAh ബാറ്ററി, യുണീക്ക് AI ക്യാമറ ഫീച്ചേഴ്സ്, സ്ട്രോങ് ഗെയിമിംഗ് പെർഫോമൻസ് ആൻഡ് എല്ലാ ക്യാമറയും 4K 60 FPS വീഡിയോ റെക്കോർഡ് ചെയ്യും. എന്നാൽ ഇതിലും മൈനസുകളുണ്ട്. NFC ഇല്ല, SD കാർഡ് സ്ലോട്ട് ഇല്ല, 2 years ഓഫ് മേജർ അപ്ഡേറ്റ് 2025 വളരെ ബിഹൈൻഡ് ആയിട്ട് ഫീൽ ചെയ്യും. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലുള്ള ഷോർട്ട് റിവ്യൂസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് റെഗുലർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുള്ളൂ. സോ സീ യു സൂൺ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫോർ നൗ.